അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലാണ് നമ്മൾക്ക് കടന്നു വരാനിരിക്കുന്നത്. ഏതൊരു മുഅ്മിനിൻ്റെ മനസ്സിലും വളരെ ആവേശം നിറഞ്ഞൊരു സമയങ്ങളാണ് വരാനിരിക്കുന്നത്. ഈ ലോകത്തിന് അനുഗ്രഹമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയച്ചു. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ തങ്ങളെ അയച്ചിട്ടില്ല ലോകത്തിന് അനുഗ്രഹമായിട്ടില്ലാതെ. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, മുസ്ലിം എന്നല്ല, ഏതൊരു മനുഷ്യനെന്നല്ല, എല്ലാ വസ്തുക്കൾക്കും, ജീവനുള്ളതിനും ജീവനില്ലാതിനും മനുഷ്യർക്കും എല്ലാവർക്കും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം അത് എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവർക്കും ആവേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അതിരറ്റ് സ്നേഹിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. ഒരാളും നിങ്ങളിൽ മുഅ്മിനാവുകയില്ല ഹത്താ അകൂന, ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, മിൻ വാലിദിഹി, അവൻ്റെ വാലിദിനേക്കാൾ, അവനക്ക് ജന്മം നൽകിയ അവൻ്റെ മാതാപിതാക്കളെക്കാൾ, വലദിഹി, അവൻ്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, സർവ്വജനങ്ങളെക്കാളും അവൻ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട ആളാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ആ മഹബ്ബത്ത് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഇഷ്ടപ്പെടണമെങ്കിൽ മുത്തുനബിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. നാം ഇപ്പോൾ ഈ കാലത്തുള്ള യുവാക്കളായാലും അതുപോലെ തന്നെ ചെറിയ മക്കൾ വളർന്നു വരുന്നത് ഇന്ന് ഈ ലോകത്തുള്ള ആളുകളെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അതായത് ഇന്ന് ലോകത്ത് കളിയുടെ ലോകമോ അല്ലെങ്കിൽ ഒരു തമാശയുടെ ലോകത്തോ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരാളെ ഫോളോ ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതശൈലി സ്വീകരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് അവൻ ആ ഒരു താരത്തെയോ അല്ലെങ്കിൽ ആ ഒരു തമാശക്കാരനെയോ കോമഡിക്കാരനെയോ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ രീതി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനെ പഠിച്ചുകൊണ്ട് അവൻ്റെ ആ ഒരു വിഷയങ്ങളെല്ലാമോ ഇഷ്ടപ്പെട്ടു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. മുത്തുനബിനെ പഠിക്കാതിരിക്കൽ കൊണ്ട് മുത്തുനബിൻ്റെ വിഷയങ്ങൾ അവനക്ക് മനസ്സിലാവാതിരിക്കുന്നു. അങ്ങനെ അവൻ ഏതോ ഒരു ആളെ ഫോളോ ചെയ്ത് അവൻ്റെ പേരുള്ള ടീഷർട്ടോ എന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. അതല്ല വേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയും അവിടുന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പഠിക്കുക, ജീവിതത്തിൽ അവിടുത്തെ ജീവിതം പകർത്തുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. കാരണം അള്ളാഹുവിലേക്ക് ഒരാൾ എത്തുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലാതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടല്ലാതെ ഒരാളും അള്ളാഹുവിൻ്റെ ആ ഒരു മഹബ്ബത്തിലേക്ക് എത്തുകയില്ല. അതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നെ നിങ്ങൾ പിന്തുടരുക. അക്ഷരാർത്ഥത്തിൽ, അതായത് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം, നമ്മുടെ ജീവിത ശൈലിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് എത്താനുള്ള മാർഗം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുത്തുനബീൻ്റെ സുന്നത്തുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുകയും മുത്തുനബിൻ്റെ മദ്ഹുകൾ പറയുകയും സ്വലാത്തുകൾ ധാരാളം പറയുകയും ചെയ്യുക.
അതുപോലെ തന്നെ ഖുർആൻ ധാരാളം ഓതുക എന്നുള്ളത് മുത്തുനബിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഏറ്റവും വലിയ മോചിതത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉമ്മത്തുകളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വഹാബികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു ഖുർആൻ ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, പിന്നെ തങ്ങൾക്ക് എന്തിന് ഞാൻ ഓതിത്തരണം, തങ്ങൾ എനിക്ക് ഓതിത്തരേണ്ടതല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഞാൻ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്ത് അവസാനം ഒരു സ്ഥലം എത്തിയപ്പോൾ ആ സ്വഹാബിയോട് നബി തങ്ങൾ പറയുന്നു, മതി അബ്ദുല്ലാ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി കരയുകയാണ്. ആ ഖുർആൻ ആസ്വദിച്ച് കരയുകയാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം ഖുർആനാണ് റസൂലുള്ളാഹിൻ്റെ സ്വഭാവം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് ഖുർആൻ ദർശിക്കുന്ന, പാരായണം ചെയ്യുന്ന, അത് മനസ്സിലേറ്റി നടക്കുന്ന ഒരാൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചെയ്ത, അവർ കാണിച്ചതായ മഹബത്ത് എന്താണെന്ന് പഠിക്കുക. ഇങ്ങനെ പഠിക്കലോടുകൂടെയാണ് മുത്തുനബിൻ്റെ നമ്മൾ ആശികങ്ങളാകുന്നത്. അല്ലാതെ കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടോ കുറച്ച് മദ് ചൊല്ലിക്കൊണ്ടോ മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ടുവേണ്ടത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ജീവിതക്രമം, ശൈലി നാം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അതിനു വേണ്ടി നാം ജീവിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അവിടുത്തെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്! ചെറിയ മക്കളോടും വലിയവരോടും യുവാക്കളോടും പ്രായമുള്ളവരോടും അവർക്കുമെല്ലാം നബി തങ്ങൾ ആവേശമാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അതാ ചെറിയ മക്കൾ അടക്കം, സ്വഹാബത്തിൻ്റെ മക്കൾ അടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ആവേശമാണ് അവർക്ക്. എല്ലാവർക്കും നബി തങ്ങൾ ആവേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിക്കാനും മുഖം ദർശിക്കാനും എല്ലാവർക്കും വല്ലാത്ത ആവേശമാണ്. കാരണം മുത്തുനബിൻ്റെ സ്വഭാവവും ശരീരഭംഗിയും സ്വഭാവ ഭംഗിയും ഇത് ഒന്നിച്ചുള്ള ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി എന്ന് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരിക ഘടനയിലും സ്വഭാവ ഗുണങ്ങളിലും എല്ലാത്തിലും മുത്തുനബി മേലെയാണ്. അതാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വണ്ണമാ സ്വഭാവത്തിൻ്റെ മേലാണ് തങ്ങൾ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. ഏതൊരു ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാനടക്കം ഇറങ്ങിപ്പുറപ്പെട്ട് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ ഒരു സ്നേഹിക്കുന്ന ആളായിട്ട് മാറിയ നിരവധി ആയിരക്കണക്കിന് സംഭവങ്ങൾ നബി തങ്ങളെ കാലത്തുണ്ടായിട്ടുണ്ട്. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഒരുപാട് ആളുകൾ, മുത്തുനബിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ആളുകൾ പോലും മുത്തുനബിൻ്റെ ആ ഉന്നതമായ സ്വഭാവം കണ്ടുകൊണ്ട്, മുത്തുനബിൻ്റെ ആ സ്വഭാവം കണ്ടുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുകയും ചെയ്തു. അവർ വന്ന് നബി തങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, നബിയെ ഇതുവരെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ആൾ തങ്ങളായിരുന്നു, ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെറും വാക്കിലല്ല, അവർക്കുള്ള ജീവിതത്തിൽ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ആ ചരിത്രങ്ങളായിരിക്കും ഇനി പറയാനിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.